PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. 2021 കേരള ജോഗ്രഫിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 4ാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്, ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം, കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ്. ഇതിൽ ഓപ്ഷൻ എ മംഗളവനം, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി നെയ്യാർ. ഏതാണ് ഇതിലെ ആൻസർ? സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്നത് ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ്. ഓപ്ഷൻ ബി സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ലൈൻ ടെയിൽഡ് മസാക്ക് പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അവിടെ സർവൈവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഭക്ഷണമായിട്ടുള്ള വെടിപ്ലാവ് കുലീന എക്സാറിലേറ്റ എന്ന് പറയുന്ന ഈ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. സിംഹവാലൻ കുരങ്ങിന്റെ ഒരു പിക്ചറാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. മംഗളവനം, അപ്പോൾ ഓപ്ഷനിലുള്ള മംഗളവനം നോക്കാം. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം എന്ന് പറയുന്നത്. അപ്പോൾ ഇരവികുളം എന്താണ്? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയോദ്യാനം, അതായത് ഇടുക്കി ജില്ലയിൽ നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ടും 5 ദേശീയോദ്യാനങ്ങളാണ്. അതിൽ ഇടുക്കി ജില്ലയിലാണ് 4 എണ്ണം, ഒരെണ്ണം നമുക്ക് എവിടെയാ വരിക? പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയോദ്യാനം വരയാടുകൾ, നീലഗിരി താർ അതിന്റെ സംരക്ഷണത്തിനായിട്ടാണ് പ്രാധാന്യം നൽകുന്നത്. നീലഗിരി താർ, വരയാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പായും പറയാം, ഇത് ഇരവികുളം നാഷണൽ പാർക്കാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടി ആയിട്ടുള്ള ആനമുടി ഈ ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അടുത്തൊരു ഓപ്ഷനിലുള്ളതായിരുന്നു നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ സിംഹ പാർക്ക്, അതായത് ലയൺ പാർക്ക്, അതുപോലെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രവും എന്തുണ്ട്? ഈ നെയ്യാറിലുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സിംഹ പാർക്കും അതുപോലെ തന്നെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചൂളന്നൂർ, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി മംഗളവനം, ഓപ്ഷൻ ഡി കുമരകം. അപ്പോൾ നമുക്കൊരു SSLC ലെവലിൽ 10th ലെവലിലുള്ള ഒരു കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് ഓപ്ഷൻ ബി തട്ടേക്കാടാണ്. ഓപ്ഷൻ ബി തട്ടേക്കാട്. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1983 സ്ഥാപിതമായ ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കൂടിയാണ്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏത് വർഷമാണ് എന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. 1983. അത് തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കൂടിയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പെരിയാർ നദിയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയാണ്, കോതമംഗലത്തിനടുത്താണ്. 1983. ചൂളന്നൂർ അല്ലെങ്കിൽ ചൂലന്നൂർ, പാലക്കാട് ജില്ലയിലുള്ള ചൂളന്നൂർ പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകനായിട്ടുള്ള KK നീലകണ്ഠന്റെ ഇന്ദുചൂടൻ KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. കുമരകം, കോട്ടയം വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, ലയൺ സഫാരി പാർക്കും ചീങ്കണ്ണി പാർക്കും ഒക്കെ ഉള്ള തിരുവനന്തപുരം ജില്ലയിലാണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം 1958 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അഗസ്ത്യകൂടം കൊടുമുടി ഈ വന്യജീവി സങ്കേതത്തിനാണുള്ളത്. ഇപ്പൊ ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിൽ ആനമുടി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അഗസ്ത്യകൂടം കൊടുമുടി എന്ന് പറയുന്നത് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്.
വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മുതല പുനരധിവാസ ഗവേഷണ കേന്ദ്രം മുതലകളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും സമർപ്പിച്ചിരിക്കുന്നു. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി പെരിയാർ വന്യജീവി സങ്കേതം, തേക്കടി ഇടുക്കി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവ ഇവിടെയാണ്, അതായത് ഇടുക്കിയിലാണ് ഉള്ളത്. ഇനി വയനാട് എന്ന് പറയുമ്പോൾ വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ തോൽപ്പെട്ടി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന വയനാട് വന്യജീവി സങ്കേതം ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. പാലക്കാട് നോക്കുമ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലാണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. പ്രാദേശികമായി ഇത് മയിലാടും പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മയിലാടും പാറ എന്നുള്ളതാണ്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ കെ നീലകണ്ഠനോടുള്ള ഇന്ദുചൂടന്റെ ആദരസൂചകമായിട്ട് ഈ പക്ഷി സങ്കേതത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പാലക്കാട് നമ്മുടെ ചൂലന്നൂർ പക്ഷി സങ്കേതത്തിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ സി സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക് 1984 കേരളത്തിന്റെ 2ാമത്തെ നാഷണൽ പാർക്കായിട്ട് വരുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. മറ്റു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻസിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു 1984. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. തൊട്ടടുത്ത വർഷം 1985 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഉഷ്ണമേഖലാ ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങൾ നിരവധി തനത് സസ്യജാലങ്ങളുടെ അപൂർവ വന്യജീവികളുടെയും ആവാസ കേന്ദ്രമാണ്. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് കുന്തിപ്പുഴയും, എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആണെങ്കിൽ അത് തൂതപ്പുഴയാണ്. ഇത് രണ്ടും എപ്പോഴും ഓർത്ത് വെക്കുക, ഒഴുകുന്ന നദിയും അതുപോലെ ഉത്ഭവിക്കുന്ന നദിയും. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. കേരളത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 2ാമത്തെ നാഷണൽ പാർക്ക് ഏതെന്നാണ്. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് 1978 ഇരവികുളം നാഷണൽ പാർക്കാണ്. വരയാടുകൾക്ക് പ്രശസ്തമായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള 5 നാഷണൽ പാർക്കിൽ 4 എണ്ണം ഇടുക്കി ജില്ലയിലാണ്. ഈ ഒരെണ്ണം സൈലന്റ് വാലി 2ാമത്തെ നാഷണൽ പാർക്കായിട്ടുള്ള സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ളത്. അപ്പൊ ഇടുക്കി ജില്ലയിലെ ഇരവികുളം 1978. ഇനി ബാക്കി 3 എണ്ണവും 2003 അത് ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല. ഇങ്ങനെ 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത്. ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളവും 2ാമത്തെ നാഷണൽ പാർക്ക് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയും. രണ്ടിന്റെ വർഷവും നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. 1978 ഇരവികുളവും 1984 സൈലന്റ് വാലി നാഷണൽ പാർക്കും. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ്. ഇടുക്കി ജില്ലയിലെ തേക്കടിയിലാണ് പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ സ്ഥാപിതമായത് ഇത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം 1978 ഇതിന്റെ പ്രോജക്ട് ടേക്കറിന്റെ ഭാഗമാക്കിയത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. നോക്കിയ ഒരു പിക്ചർ. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി പേപ്പാറ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി എന്ന് പറയുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, ഓപ്ഷൻ ഡി ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ധാരാളമായി കണ്ടുവരുന്ന ചെന്തുരുണി, അതായത് ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്ന മരത്തിന്റെ പേരിലാണ് ഈ വന്യജീവി സങ്കേതത്തിന് ആ ഒരു പേര് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984
ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് നക്ഷത്രാമ്പുകൾക്ക് പേരുകേട്ടിടമായിട്ടുള്ള ചിന്നാർ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറിന്റെ കാച്ച്മെന്റ് ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, പേപ്പാറ വന്യജീവി സങ്കേതം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈലന്ത്രി വനം സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. കേരളത്തിന്റെ രണ്ടാമത്തെ നാഷണൽ പാർക്ക് 1984 പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അതിൽ നമുക്ക് ഓപ്ഷൻ ഡി സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് സൈലന്ത്രി വനം എന്നറിയപ്പെടുന്നത്. സൈലന്ത്രി വനം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് എന്നാണ്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ 5 എണ്ണത്തിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിൽ, 1 എണ്ണം പാലക്കാട് ജില്ലയിൽ. ആ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്നാമത് നിൽക്കുന്ന സൈലന്റ് വാലി, ഓപ്ഷൻ ഡി മൂന്നാമത്തേതായിട്ടുള്ള സൈലന്റ് വാലിയാണ് വേറിട്ട ഒരു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ 5 നാഷണൽ പാർക്ക് ദേശീയോദ്യാനങ്ങളാണുള്ളത്. ഇതിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിലാണ്, അല്ലെ ഇരവികുളം, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, അതുപോലെ പാമ്പാടും ചോല. ഇടുക്കിക്ക് പുറത്ത് ഉള്ള ഏക ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, സൈലന്ത്രി വനം എന്നറിയപ്പെടുന്നതാണ്, അല്ലെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 2 റാംസാർ സൈറ്റ്സ് ഇൻ കേരള. കേരളത്തിലെ 2 റാംസാർ സൈറ്റുകളുടെ പേര് പറയാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ 2 ഓപ്ഷൻസ് ശരിയാണ്, പക്ഷെ അവരിതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. കണ്ടോ, ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് എന്താണെന്ന് നോക്കാം. വേമ്പനാട് ലേക്ക് ആൻഡ് അഷ്ടമുടി, വേമ്പനാട് ലേക്ക് ആൻഡ് ശാസ്താംകോട്ട, അതും ശരിയാണ്. പക്ഷേ ഇവർ ആൻസർ കൊടുത്തിരിക്കുന്നത് എ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള റാംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ് അതുള്ളത്. ആ 3 എണ്ണം ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആൻസർ കീ എ ആണ് കൊടുത്തിരിക്കുന്നത്. Ramsar sites are wetlands of international importance designated under the Ramsar Convention. Ramsar Convention നടന്നതെന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇന്റർ ഗവൺമെന്റൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ട്രീറ്റി ആയിരുന്നു. ഏത് വർഷം? 1971 ഇറാനിലുള്ള റാംസാർ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെറ്റ്ലാൻഡുകളാണ് റാംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് കറൻലി ഇപ്പോൾ 3 എണ്ണമാണുള്ളത്. ഇത് ഇങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്തത് 2002 ഇൻ കേരള ദർ ആർ കറൻലി 3 ഒഫീഷ്യൽ റിക്കഗ്നൈസ്ഡ് റാംസാർ സൈറ്റ്, ആൾ ഓഫ് വിച്ച് വെയർ ഡെസിഗ്നേറ്റഡ് ഇൻ 2002. ആദ്യം നമുക്ക് നോക്കേണ്ടത് വേമ്പനാട് കോഡ് വെറ്റ്ലാൻഡ് ആണ്. ദ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഇൻ കേരള ആൻഡ് ദ ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ആണ്, അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ലേക്കുമാണ് ഏതെന്ന് പറയുന്നത് വേമ്പനാട് ലേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് സ്പാൻസ് സെവറൽ ഡിസ്ട്രിക്ട്സ് ഇൻക്ലൂഡിങ്, പല ജില്ലകളിൽ കൂടി ഒഴുകുന്ന ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളത്ത് കൂടിയാണ് നമ്മുടെ ഈ വേമ്പനാട് ലേക്ക് പോകുന്നത്. അത് നമ്മുടെ ഒരു വെറ്റ്ലാൻഡ്, അത് റാംസാർ സൈറ്റിൽ വരുന്ന വെറ്റ്ലാൻഡ്. ഇനി രണ്ടാമത്തേത് വരുന്നതാണ് അഷ്ടമുടി വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം, കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ആണ്. ശാസ്താംകോട്ട ലേക്ക് മൂന്നാമതായിട്ടുള്ള നമ്മുടെ എന്താണ് ഒരു റാംസാർ സൈറ്റ് ആണ്. ഇതും കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും വലുതാണ് ഏതെന്ന് പറയുന്നത് ശാസ്താംകോട്ട. അപ്പോൾ അഷ്ടമുടി ആണെങ്കിലും ശാസ്താംകോട്ടയാണെങ്കിലും കൊല്ലം ജില്ലയിലാണ് സ്ഥിതി. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് 2 എണ്ണമാണ് ചോദിച്ചിട്ടുള്ള 2 എണ്ണം വന്നിട്ടുണ്ട്, പക്ഷെ അവർ ആൻസർ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ദ ഫിഷ് നോൺ ആസ് മിസ് കേരള. മിസ് കേരള എന്നറിയപ്പെടുന്ന ആ ഒരു മത്സ്യത്തിന്റെ സയന്റിഫിക് നെയിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹ്യാദ്രിയ ഡെനിസോണി, ലാബിയ റോഹിറ്റ, പോയിസിലിയ റെട്ടിക്കുലേറ്റ, ഡാരിയോ റെറിയോ എന്നാണ് പല ഇതിലും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്, സഹ്യാദ്രിയ ഡെനിസോണി എന്നാണ് മിസ് കേരളയുടെ പേര്. The fish popularly known as Miss Kerala is Denison brab, also known as red line torpedo barb എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മത്സ്യമാണിത്. സയന്റിഫിക് നെയിം സഹ്യാദ്രിയ ഡെനിസോണി ആണ്. ഇറ്റ് ഈസ് എൻഡമിക് ടു ദ ഫാസ്റ്റ് ഫ്ലോയിങ് ഹിൽ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ കേരള ആൻഡ് കർണാടക. അതായത് ഒരു എൻഡമിക് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന ഒരു ഫിഷസ് ആണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ കൂടി പോകുന്ന ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഹിൽ സ്ട്രീംസുകൾ ഉണ്ടല്ലോ, അവിടെ കാണപ്പെടുന്നതാണ്. എവിടെ? കേരളത്തിലും കർണാടകത്തിലും കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ഒരു സഹ്യാദ്രിയ ഡെനിസോണി എന്നറിയപ്പെടുന്ന മിസ് കേരള. ഇനി ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ ദ എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, അതായത് IUCNന്റെ റെഡ് ലിസ്റ്റിലുള്ള എൻഡേഞ്ചേർഡ് ത്രെട്ടൺ സ്പീഷീസിന്റെ ലിസ്റ്റിലാണ് ഏത് വന്നിരിക്കുന്നത്? ഈ മിസ് കേരള എന്ന് പറയുന്ന മത്സ്യം വന്നിരിക്കുന്നത്. ഇനി ലബിയോ റോഹിറ്റ എന്ന് പറയുന്നത് രോഹു, കട്ട്ല രോഹു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ കോമൺലി രോഹു എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ കാർപ്പ്. ഇറ്റ് ഈസ് എ മേജർ ഇന്ത്യൻ കാർപ്പ് ഫൗണ്ട് ഇൻ റിവേഴ്സ് അക്രോസ് ദ സൗത്ത് ഏഷ്യ ആൻഡ് ഇറ്റ് ഈസ് പ്രൈമർലി സ്പീഷീസ് യൂസ് ഇൻ അക്വാകൾച്ചർ ഫോർ ഫുഡ്. അപ്പോൾ അങ്ങനെ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അക്വാകൾച്ചറിലൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മത്സ്യമാണ് ലബിയോ റോഹിറ്റ എന്ന് പറയുന്നത്. രോഹു എന്നറിയപ്പെടും.
ഇനി പൊയ്സീലിയ റെറ്റിക്കുലേറ്റ കോമൺലി നോൺ ആസ് ഗപ്പി, നമ്മുടെ ഗപ്പി ഗാംബൂസിയൊക്കെ നമുക്കറിയാം നമ്മുടെ മൊസ്കിറ്റോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള മത്സ്യങ്ങളാണ്. അതിൽ വരുന്നതാണ് ഈ ഗപ്പി, പൊയ്സീലിയ റെറ്റിക്കുലേറ്റ എന്നറിയപ്പെടും. ഇനി ഡാന്യൂറിയോ എന്ന് പറയുന്നത് കോമൺലി സീബ്ര ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു ഫിഷാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫിഷ് എന്ന് പറയുന്നത് പേൾ സ്പോട്ട് എട്രോപ്ലസ് സുരസ്റ്റനൻസിസ് ആണ്. കരിമീനാണ് നമ്മുടെ ലോക്കലി നമ്മൾ കരിമീൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ മത്സ്യമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. മിക്കതും വളരെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പിടിച്ച് അതിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കണക്റ്റഡ് ആയിട്ട് കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള കേരളത്തിൻ്റെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.